ഇന്നൊരു മലബാറി പലഹാരമായ കണ്ണപ്പമാണ് ചെയ്യുന്നത്. വളരെ എണ്ണക്കുറവിൽ ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് ഇഫ്താറിനും അതുപോലെ തന്നെ 4 മണി ചായക്കൊപ്പം എല്ലാം കഴിക്കാൻ പറ്റിയ വിഭവമാണ്. എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് അല്പം കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയുള്ളിയും വലിയുള്ളിയും ചേർത്താണ് എടുത്തേക്കുന്നത്. നന്നായി ഉള്ളി വഴറ്റിയതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതോ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതോ ആയ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിനു ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മസാലക്കൂട്ടും ചേർത്ത് നന്നായി മസാല തയ്യാറാക്കുക. മണം മാറി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചെമ്മീനും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മസാല പിടിപ്പിക്കുക. എൻ്റെ കയ്യിൽ വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെറുതായി അരിഞ്ഞിട്ടേക്കുന്നത്. കുഞ്ഞു ചെമ്മീനാണ് കയ്യിലുള്ളതെങ്കിൽ അത് അതുപോലെ തന്നെ ഇടാവുന്നതാണ്. അതിനായിരിക്കും രുചി കൂടുതലും. അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെന്ത് പോരുത്, ചെമ്മീന് വേവും കുറവാണ്. മസാലയും ചെമ്മീനും എല്ലാം റെഡി ആയതിനു ശേഷം അല്പം മല്ലിക്കൊത്തും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ബാറ്ററിനായിട്ട് ഞാനിവിടെ കൈമാരിയാണ് എടുത്തേക്കുന്നത്. ബസ്മതി അരിയാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുത്താലും മതിയാവും. എപ്പോഴും അരി കഴുകിയിട്ട് വേണം കുതിർക്കാനിടാൻ. കുതിർത്തതിന് ശേഷം അരി കഴുകിയാൽ അരിച്ചെടുക്കാൻ വളരെ പാടായിരിക്കും, കാരണം പൊട്ടിപ്പോകും. ബ്ലെൻഡറിലേക്ക് അരി ഇട്ടതിന് ശേഷം ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിടുക. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും ആഡ് ചെയ്യുക. അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ബാറ്ററി ചെക്ക് ചെയ്തതിനു ശേഷം അല്പം ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ ഈ ഒരു പാകത്തിന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്ററി റെഡി ആയതിനു ശേഷം നമുക്ക് ഇഡ്ഡലിത്തട്ടിലേക്ക് എണ്ണ ഇതേപോലെ പുരട്ടി കൊടുക്കാവുന്നതാണ്. ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നിറയ്ക്കരുത്. ഏകദേശം ഒരു 1/2 ഭാഗമേ നിറച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഇതുപോലെ മസാല സ്പ്രെഡ് ചെയ്യാനുള്ളതാണ്. മസാല ഇടുമ്പോഴും അല്പം മസാല മുകളിൽ സ്പ്രെഡ് ചെയ്താൽ മതിയാവും. ഒരുപാട് നിറയ്ക്കരുത്, അതുപോലെ തന്നെ പ്രസ്സും ചെയ്യരുത്. എല്ലാ തട്ടിലും നമ്മുടെ കൂട്ടൊഴിച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ആവി ഒഴിക്കാൻ വെക്കാവുന്നതാണ്. ഏകദേശം 2 തൊട്ട് 5 മിനിറ്റിന്റെ താമസേ വരുള്ളൂ. കുഞ്ഞപ്പങ്ങൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പങ്ങളെല്ലാം റെഡി ആയതിനു ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.